Thank you, Jesus. Hallelujah. Ramana Sheteli Barako Masateria. Larako Mashabrakabara Harteni Ribana Rantede. Laharo Seketedi Baraka Baba 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 Baba. We love you, Jesus. We love you, Father. Shatada Baba. Rikata da 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 Baba Baba Baba. Santana Baba Baba Rakada Bella Tarangala Turada. യൂട്യൂബിലായിരിക്കുന്നവർ എല്ലാ തരങ്ങളും തുറന്ന് അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പരിശുദ്ധാത്മാവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. റാമാന റഖദ റബശിഖിദെഗെദെ. ഇന്ന് പകൽ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ്റെ ഹല്ലേലൂയ പ്രവർത്തികളെ ഒന്ന് വർണ്ണിച്ചുകൊണ്ട് അധരങ്ങളെ തുറന്ന് അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ഈ പ്രഭാതം ദൈവം എനിക്ക് ദാനമായി തന്നെന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ 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 അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തെ സ്തുതിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ഈ ദിവസം എന്നെ നയിക്കുമെന്ന് ഉറപ്പോടെ അല്പസമയം ഉടറ മനമ ശന്തന റഗത ലമന രഗതി രഗതി ഉടമനമ ശന്തന റമന രഗതി രഗതിയാന്തി ഉടമ റന്തെ. അനേകർക്ക് ഈ പ്രഭാതം കാണാൻ പറ്റിയില്ല, പക്ഷേ ദൈവം എനിക്ക് ഈ പ്രഭാതത്തിൽ എഴുന്നേക്കുവാൻ തന്ന ഭാഗ്യത്തെ ഓർത്തൊന്ന് നന്ദി പറഞ്ഞ് റമന രഗതി ഉടമന Rimana rankana moshekede gediante lima mama mama shete merekomara mama mashete rikana mashantana regediante udama ramana ragada ramana. ഇന്ന് പകലി പ്രഭാതത്തിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവൻ എനിക്ക് വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ പിശാചിന്റെ തലയെ തകർത്തു. ദൈവം എനിക്ക് വേണ്ടി ഹല്ലേലൂയ പിശാചിനെ തകർത്തെന്ന് നമ്മൾ വീണ്ടും ജയഘോഷം മുഴക്കുകയാ. അങ്ങനെയെങ്കിലൊന്ന് അധരങ്ങളെ തുറന്ന് നിങ്ങൾ എത്രത്തോളം സ്തുതിക്കുന്നു അത്രത്തോളം നിങ്ങൾ പിശാചിന്റെ സകല ഹല്ലേലൂയ ഹല്ലേലൂയ പ്രവർത്തികളെ ഇല്ലാതാക്കുകയാ, അവനെ നാണം കെടുത്തുകയാ. ഇന്ന് പകലൊന്ന് സ്തുതിച്ചാട്ടെ. റമന റഗതഗനഗതി അഡമരമ ശിഖിതഗിദെദെബെ. അധരങ്ങളെ തുറന്ന് രാമ ശിഖിദിയാന്തെ. ഓ we love you Jesus, we love you Father. യേശുവേ അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നപ്പ. യേശുവേ അങ്ങ് മരിച്ചുയർത്തു ജീവിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളിൽ ജീവിക്കുന്ന പരിശുദ്ധാത്മാവേ ഉടരമശത്തിനേ ഓ റാരാബശേരിയാന്തേ. പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് അടുത്തു വരുന്നപ്പ. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കൂടെ ഇരിക്കുവാൻ തന്ന ഭാഗ്യത്തിന് നന്ദി അപ്പ. അങ്ങയോട് ചേർന്നിരിക്കുവാൻ തന്ന ഭാഗ്യത്തിന് നന്ദി പറയുന്ന പരിശുദ്ധാത്മാവ്. എല്ലാ മേഖലയും പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കണം. ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാ മേഖലകളും ചലിച്ചതിന് നന്ദി പറയുന്ന പരിശുദ്ധാത്മാവ്. 2-3 പേർ എൻ്റെ നാമത്തിൽ ഇവിടെ കൂടുന്നവരുടെ മധ്യത്തിലുണ്ടെന്ന് ഞാനുണ്ടെന്ന് പറഞ്ഞ കർത്താവേ, ഇന്ന് പകൽ ഈ മീറ്റിങ്ങിനകത്ത് അങ്ങുണ്ടപ്പ. ഇന്ന് പകൽ ഞങ്ങൾ സൗഖ്യങ്ങളെ കാണും. ഇന്ന് പകൽ ഞങ്ങൾ വിടുതലുകളെ കാണും. ഇന്ന് പകൽ ഞങ്ങൾ വഴികളെ തുറക്കുന്നത് കാണും. ഇന്ന് പകൽ ഞങ്ങൾ പാതകൾ നേരാകുന്നത് കാണും. ഞങ്ങൾക്ക് വേണ്ടി ദൂതന്മാരെ അയച്ചിരിക്കാൻ നന്ദി പറയുന്നപ്പ. ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്ര കതകുകളെ ഉടച്ച് ഇരുമ്പോടാമ്പുകളെ മെതിച്ച് കളയുന്ന ദൂതന്മാർ ഇന്ന് പകൽ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നതിനാൽ നന്ദി പറയുന്ന പരിശുദ്ധാത്മാവേ, സകല തങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഓ ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്നവനായ ആ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഓ എനിക്കായി മരിച്ചവനെ, മരണത്തെ ജയിച്ചവനെ, ഇന്നും ജീവിക്കുന്നവനെ. ശബ്ദമുയർത്തി. എനിക്കായി മരിച്ചവനെ, മരണത്തെ ജയിച്ചവനെ, ഇന്നും ജീവിക്കുന്നവനെ. ഓ എനിക്കായി മരിച്ചവനെ, മരണത്തെ ജയിച്ചവനെ, ഇന്നും ജീവിക്കുന്നവനെ. ഒരു പ്രാവശ്യം കൂടി. എനിക്കായി മരിച്ചവനെ, മരണത്തെ ജയിച്ചവനെ, ഇന്നും ജീവിക്കുന്നവനെ. യേശുവേ
നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും. ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. നിൻ കൃപകളെ ഞാൻ പാടിടും. നിൻ സ്നേഹത്തെ ഞാൻ ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. യേശുവേ, ഓ ശബ്ദം ഉയർത്തി യേശുവിനെ വിളിച്ച് എന്നെ യേശുവേ. യേശുവേ എന്നെ യേശുവേ. എല്ലാ നാവും പാടി മുഴങ്കാൽ മടങ്ങിടുമേ, സർവത്തിൻ യോഗ്യൻ നീയേ. നിൻ കൃപകളെ ഞാൻ പാടിടും. നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും. ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. നിൻ കൃപകളെ ഞാൻ പാടിടും. നിൻ സ്നേഹത്തെ യേശുവേ. ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. യേശുവേ, ഓ യേശുവേ, എന്നെ യേശുവേ. യേശുവേ, യേശുവേ. യേശുവേ, യേശുവേ. ശബ്ദമുയർത്തി നിങ്ങളായിരിക്കുന്നിടത്ത് യേശുവിന്റെ നാമത്തെ ഉയർത്തിയേ. യേശുവേ, എന്നെ യേശുവേ. യേശുവേ, യേശുവേ, എന്നെ യേശുവേ. പരിശുദ്ധാത്മാവേ യേശുവേ. ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി അവന്റെ നാമത്തിൽ നിന്ന് പകൽ ഉയർത്തിയാൽ, അവന്റെ യേശുവിന്റെ നാമത്തെ ഉയർത്തുമ്പോൾ വൻ കാര്യങ്ങളാണ് നടക്കുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവിന്റെ നാമത്തെ ഉയർത്തിക്കേ. ഓ എന്നെ യേശുവേ. യേശുവേ, ഓ എന്നെ യേശുവേ. ശരണമാസിയേ യേശുവേ. എന്നെ യേശുവേ. യേശുവേ, എന്നെ യേശുവേ. ഓ യേശുവേ, എന്നെ യേശുവേ. യേശുവേ, എന്നെ യേശുവേ. Jesus mighty. Hallelujah. Praise the Lord. ആ കരങ്ങളെയൊക്കെ സ്വർഗത്തിലേക്ക് ഉയർത്തി നല്ല കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇന്ന് അതിരാവിലെ ഈ മീറ്റിംഗ് കാത്തിരുന്ന് ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ ഒത്തിരി സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ പ്രഭാതം മന്ന നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാകുന്നതിൽ ഞങ്ങൾ ദൈവത്തെ ഒത്തിരി സ്തുതിക്കുകയാണ്. കർത്താവ് നമ്മുടെ നടുവിലുണ്ട്, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, കർത്താവ് നമ്മുടെ ഒപ്പമുണ്ട്. ഈ കർത്താവ് നമ്മളെ അതിശയകരമായി, അത്ഭുതകരമായി കർത്താവ് ഈ ദിവസങ്ങളിൽ വഴി നടത്താൻ പോവാണ്. എത്ര പേര് ഇത് വിശ്വസിക്കുന്നവർ ഒരുമിച്ച്
ആ കർത്താവിനെ അധരങ്ങളെ തുറന്ന് ഒന്ന് നന്ദി പറഞ്ഞാട്ടെ. ഇത് അത്ഭുതത്തിൻ്റെ പകലാണ്. ഇത് അതിശയത്തിൻ്റെ പകലായി മാറുകയാണ്. ചില നാവുകൾക്കകത്ത് വലിയ സാക്ഷ്യങ്ങൾ വെളിപ്പെടാൻ പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. പ്രിയ മക്കളായിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവപ്രവൃത്തിയെ കൽപ്പിക്കുന്നു. ദൈവം അത് ചെയ്തിരിക്കാൻ നന്ദി പറയുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ. നിങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം ദൈവം ഒരു അസാധാരണമായ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുക. ഒരു വാക്യത്തിലേക്ക് പോകാം. നമുക്ക് സുപരിചിതമായൊരു ഭാഗമാണ്. ഹല്ലേലൂയ. സഭാപ്രസംഗിയുടെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ വചനം ഇങ്ങനെ പറയുന്നു. Ecclesiastes chapter 3 verse 1. Ecclesiastes chapter 3 verse 1. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. For everything there is an appointed time. There is a time. ഒന്ന് പറഞ്ഞാട്ടെ, സമയം. ഹല്ലേലൂയ. ദൈവം ഈ ദിവസം ഒരു വലിയ പ്രവൃത്തി ചെയ്യാൻ പോവുകയാണ്. ഇത് നമ്മുടെ സമയമാണ്. ഇത് എൻ്റെ സീസണാണ്. യു നോ യുവർ സീസൺ, യു നോ യുവർ ടൈം. നിങ്ങൾ സമയത്തെ തിരിച്ചറിയണം. ഹല്ലേലൂയ. വചനം പറയുന്നത് എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ദിസ് ഇസ് എ ടൈം. ഞാൻ വിശ്വസിക്കുന്നു ചിലരുടെ ജീവിതത്തിൽ അസാധാരണമായ മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. ഈ മീറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ മേലുള്ള കാലഗതികൾ മാറുകയാണ്, സീസണുകൾ മാറുകയാണ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. നാളുകളായിട്ടുള്ള ചില ബ്ലോക്കേജുകൾ, നാളുകളായിട്ടുള്ള ചില തടസ്സങ്ങൾ, വിടുതലില്ലാത്ത ചില അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ, ഹല്ലേലൂയ, ചില കുറവുകൾ പോലും ഈ സമയത്തിൻ്റെ അകത്ത് പരിഹരിക്കപ്പെടുന്നതായി ദൈവം എന്നോട് പറയുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. വചനം ഇങ്ങനെ പറയുന്നു, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. എന്ന് പറഞ്ഞാട്ടെ, എൻ്റെ ലൈഫിൽ ഒരു ടൈമുണ്ട്. ദിസ് ഇസ് എ ടൈം. ഞാൻ ആ സമയത്തിലാണ് നിൽക്കുന്നത്. ഞാൻ ആ ടൈമിലാണ് ഇന്ന് പകൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. നമ്മളൊരു ഭാഗത്തിലേക്ക് പോവുകയാണ്. ആ മെലോൺ ഭൂമിക്ക് കീഴിലാണ് സമയം. ഈ മെലോൺ റോഷസ്പിയ ലാന്തിനിഷിയ ചൽബ. ഈ ഭൂമിയിൽ ജീവിക്കുന്നവരെല്ലാവരും ഈ സൂര്യൻ്റെ കീഴിലായിരിക്കുന്നത് കൊണ്ട് ആ എർത്ത്ലി ടൈമിലാണ് നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ വി ഹാവ് ദ ഹെവൻലി ടൈം. ഹല്ലേലൂയ. നമ്മൾക്കറിയാം ചില സ്വർഗീയ സമയങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. ഹെവനുമായി കണ്ടുമുട്ടുന്ന, സ്വർഗീയ സമയമായി കൂട്ടിമുട്ടുന്ന ചില നിമിഷങ്ങൾ. ആ ടൈമിൽ ഒരാളുടെ ലൈഫ് എൻറ്റയർലി മാറും. ഹല്ലേലൂയ. ദാറ്റ് ഇസ് മീൻ കൈറോസ്. ഹല്ലേലൂയ. അതൊരു കൈറോസ് ടൈമാണ്, ദൈവത്തിൻ്റെ സമയം. ഹല്ലേലൂയ. സ്വർഗീയ സമയം. വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ആമേൻ. നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം, ജോൺ ചാപ്റ്റർ 5 വേഴ്സ് 3. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ ഒരു വലിയ ഒരു കുളത്തെ നമ്മൾ കാണാൻ സാധിക്കുന്നു. ബെഥേസ്ദാ കുളം. നമ്മൾ ഇത് ഒത്തിരി വട്ടം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് പകലും ദൈവം നിങ്ങളോട് വ്യത്യസ്ത നിലവാരത്തിൽ ഇടപെടുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ആമേൻ. എന്നോട് ദൈവം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനാ മുറിയിലും എന്നോട് വ്യക്തിപരമായും ഇങ്ങനെ ഇടപെട്ടു. നമ്മൾ ചിലത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വചനം ഞാൻ പെട്ടെന്ന് പോവുകയാണ്. വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അതിൻ്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാം. 5:2, ജോൺ ചാപ്റ്റർ 5 വേഴ്സ് 2. അവയിൽ വ്യാധിക്കാർ, യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥേസ്ദാ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. 3, അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം. ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം. വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. ഇന്ന് പകൽ ആരൊക്കെയോ വെയിറ്റിംഗ് പീരീഡിൽ നിന്ന് ഒരു സാക്ഷ്യത്തിലേക്ക് മറിയപ്പെടാൻ പോവുകയാണ്. യു ആർ ഇൻ എ വെയിറ്റിംഗ് പീരീഡ്. നിങ്ങളായിരിക്കുന്ന സമയം നിങ്ങൾ എന്തൊക്കെയോ വെയിറ്റ് ചെയ്തിരിക്കുന്നവരായി അവൻ സ്വർഗം എന്നോട് പറയുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, വെയിറ്റിംഗ് പീരീഡിൽ നിന്ന് യു ആർ ഗോയിങ് ടു ബി ചേഞ്ച് ഇൻ എ വിറ്റ്നസ് പേഴ്സൺ. നിങ്ങളൊരു സാക്ഷ്യമായി, നിങ്ങളെ ഒരു സാക്ഷിയാക്കി ദൈവം മാറ്റി
മാറ്റിമറിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. വെയിറ്റിംഗ് പീരീഡിൽ നിന്ന് ഒരു വീക്ക്നെസ്സായി നിങ്ങൾ മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്നോട് ചേർന്ന് അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ കാത്തിരിപ്പുകൾക്കൊരു വിരാമം സ്വർഗമിടുകയാണ്. God is going to do mighty things. കർത്താവ് ഇപ്പോൾ ചില ഭവനങ്ങൾക്കകത്തും ചില വ്യക്തി ജീവിതങ്ങൾക്കകത്തും അസാധാരണമായ നിലവാരത്തിൽ ചില ടൈം സോണുകളെ പൊളിക്കാൻ പോകുകയാണ്. കാത്തിരിപ്പിന്റെ കുറെ നാളുകൾ, ഹല്ലേലൂയ, വെയിറ്റിംഗ് പീരീഡിന്റെ കുറെ നാളുകൾ. ഇന്ന് പകൽ അങ്ങനെ നിങ്ങളെ ഈ വചനങ്ങൾ ഇടപെടുന്നുണ്ടെങ്കിൽ യു ഷുഡ് കം ഔട്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ വചനം നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഈ ദൂത് നിന്റെ ടൈം സോണിനെ മാറ്റാൻ പോവാണ്. വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇവരെല്ലാവരും ഒറ്റൊരു മൂവിന് വേണ്ടി കാത്തിരിക്കുക. എന്താ? വെള്ളത്തിൻ്റെ ഇളക്കം. ഹല്ലേലൂയ. വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഒത്തിരി വ്യാധിക്കാർ കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദ മൂവ് ഓഫ് ദ ഹോളി ഗോസ്റ്റ്, ഒരു പരിശുദ്ധാത്മാവിന്റെ ചലനത്തെ നോക്കിയിരിക്കുന്ന തലമുറയോട് സ്വർഗം ഇന്ന് പകൽ പറയുക, ഐ ആം ഗോയിങ് ടു വിസിറ്റ് യു. ഞാൻ നിന്നെ സന്ദർശിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ സ്വർഗം ആരെയൊക്കെയോ സന്ദർശിക്കാൻ പോവുകയാണ്. ദൈവം ആരെയൊക്കെയോ സന്ദർശിക്കാൻ പോവുകയാണ്. യു ആർ ഇൻ എ വെയിറ്റിംഗ് പീരീഡ്, യു ആർ ഇൻ എ വെയിറ്റിംഗ് സോൺ. നിങ്ങളായിരിക്കുന്ന ചില സോണുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ പൊളിയുകയാണ്. എന്നെ കാണുന്ന കേൾക്കുന്ന പ്രിയ മക്കൾ ഒരു സൗഖ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക, ഒരു വിടുതലിന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക, ഒരു ഡെലിവറൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക, ഒരു മാറ്റത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക, ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കാം. ഹല്ലേലൂയ. വാട്ട് എവർ ഇഷ്യൂസ് നിങ്ങളായിരിക്കുന്ന ഏത് വിഷയത്തിൻ്റെ അകത്തോ നിങ്ങൾ ഇന്ന് കാത്തിരിക്കുന്നവരാണെങ്കിൽ ഞാൻ ഇന്ന് ആത്മാവിൽ വിളിച്ചു പറയാം, ദിസ് ഇസ് എ ടൈം ഫോർ ഡെലിവറൻസ്. ഇതൊരു വിടുതലിന്റെ ദിവസമായി മാറുകയാണ്. ഈ മണിക്കൂറുകൾ സ്വർഗം നിങ്ങളെ സന്ദർശിക്കാൻ പോവുകയാണ്. ഈ വചനം പറയുമ്പോൾ തന്നെ സ്വർഗമാരെയൊക്കെയോ സ്പർശിക്കുന്നത് ഞാൻ കാണുന്നു. ഹല്ലേലൂയ. ആമേൻ ലോർഡ്. എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. God is going to visit you. ഹല്ലേലൂയ. God is going to visit you. എന്നോട് ദൈവം അങ്ങനെ തന്നെ പറയുക. ദൈവം ചിലരെ സന്ദർശിക്കുന്ന സമയം. ഹല്ലേലൂയ. ഈ 6:32 ഈ 7 o'clock ഈ ടൈമിൽ ദൈവം ചിലരെ സന്ദർശിക്കുകയാണ്. ദൈവം നിങ്ങളെ സന്ദർശിക്കുകയാണ്. ദൈവം നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്തേക്ക് വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഒരു സന്ദർശനം സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എൻ്റെ മെസ്സേജിൽ നിന്ന് ഞാൻ മാറിപ്പോകുന്നു. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, തലമുറയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ചില ദമ്പതിമാരോട് സ്വർഗം പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ യുവർ വെയിറ്റിംഗ് പീരീഡ് ഈസ് ഗോയിങ് ടു ഓവർ റൈറ്റ് നൗ. നിന്റെ വെയിറ്റിംഗ് പീരീഡ്, നീ കാത്തിരിക്കുന്നതിനൊരു വിരാമം സ്വർഗം ഇന്ന് പകൽ ഇടുകയാണ്. ചില തലമുറകൾ പുറത്തു വരാൻ പോകുന്നു. മിറക്കിൾ തലമുറകൾ, മിറക്കിൾ ബേബീസ്. യേശുവിൻ്റെ നാമത്തിൽ ചില ഗർഭപാത്രങ്ങൾ തുറക്കുന്ന സമയമാണ്. യേശുവിൻ നാമത്തിൽ വിശ്വസിച്ചാൽ ചില ഉദരങ്ങൾക്കകത്ത്, ചില ദാമ്പത്യ ജീവിതത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ദാനങ്ങൾ വെളിപ്പെടാൻ പോകുന്നു. ദൈവം ചിലരെ സന്ദർശിക്കുകയാണ്. നിങ്ങൾ ഈ വചനം സ്പർശിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ കമന്റ് ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവം നിങ്ങളെ തൊടുകയാണ്. God is touching you. God is changing your time. നിന്റെ കാലഗതിയെ ദൈവം മാറ്റുന്നു. നിന്റെ ടൈം സോണിനെ ദൈവം മാറ്റുന്നു. നിന്റെ വെയിറ്റിംഗ് പീരീഡിനെ ദൈവം മാറ്റുന്നു. ഈ ഒരു കൂട്ടം മുഴുവൻ ഒറ്റ കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? വെള്ളത്തിൻ്റെ ഇളക്കം. ഒരു മൂവിന് വേണ്ടി നോക്കിയിരിക്കുക. ഈ വെള്ളത്തിൻ്റെ സ്റ്റിയറപ്പിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ടിരിക്കുന്ന അനവധി പേരെന്നെ കാണുന്നുണ്ട്. ഇന്ന് പകൽ ഈ വെള്ളം ചലിക്കുമ്പോൾ, ഈ വെള്ളം അനങ്ങുമ്പോൾ, ഈ വെള്ളം മൂവ് ചെയ്യുമ്പോൾ ആര് ഈ വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇറങ്ങുന്നോ? ഇന്ന് പകൽ ഈ ചലനത്തിൻ്റെ അകത്ത് അങ്ങനെ ചില ഓളങ്ങൾ ഞാൻ കാണുകയാണ്. പരിശുദ്ധാത്മാവ് ചില വീടുകൾക്കകത്ത് വലിയ പരിവർത്തനങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നതായി എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ചില വീടുകൾക്കകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ചലനങ്ങൾ സംഭവിക്കുന്നു. ദ മൂവ് ഓഫ് ദ ഹോളി ഗോസ്റ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ചലനം, ഇത് സ്റ്റിയർ അപ്പിങ്, ഇത് ഈ മൂവിൻ്റെ അകത്ത് ആര് കൈ കൊടുക്കുന്നോ അവരുടെ ലൈഫ് ലിഫ്റ്റപ്പ് ആകാൻ പോവാണ്. ആമേൻ. അത് വിശ്വസിക്കുന്നുണ്ടോ എൻ്റെ കൂടെ? വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ. ആമേൻ. വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. വെയിറ്റിംഗ് ഫോർ ദ മൂവിങ് ഓഫ് ദ വാട്ടേഴ്സ്.
ഈ വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് ഒരു കൂട്ടം ഇരിക്കുകയാണ്. ഇന്ന് പകരം കാത്തിരിക്കുന്നവരോട് പറയട്ടെ, നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു ഇളക്കം ഇപ്പോൾ തട്ടുകയാണ്. നിന്റെ ജീവിതത്തിൻ്റെ ഫ്ലോ മാറാൻ പോവാണ്. നിന്റെ ജീവിതത്തിൻ്റെ ഒഴുക്കിനെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ മാറ്റാൻ പോവാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർ, the river from out of your belly, നിന്റെ ഉദരത്തിൻ്റെ അകത്തുനിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഇപ്പോൾ ഒഴുകി ചില തടസ്സങ്ങളെ മാറ്റിക്കളയുന്നു, ചില സീസണുകളെ മാറ്റിക്കളയുന്നു, ചില അവസരങ്ങളെ തുറന്നു വെക്കുന്നു. ഇന്ന് പകൽ ഹല്ലേലൂയ, ഓപ്പർച്യൂണിറ്റികൾ തുറന്നു വരികയാണ്. അടഞ്ഞ വാതിലുകൾ തുറന്നു വരികയാണ്. ഈ ടൈം സോണിൻ്റെ അകത്ത് ഇതിനകത്ത് ടാപ്പ് ചെയ്താൽ you will see the glory of God. നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണാൻ പോവാണ്. ഹല്ലേലൂയ. എന്നോട് സ്വർഗം ഇങ്ങനെ പറഞ്ഞു, മോനെ, കാത്തിരിക്കുന്ന ഒരു കൂട്ടവും, ഹല്ലേലൂയ, വെയിറ്റ് ചെയ്യുന്നൊരു കൂട്ടവും ഈ വെള്ളത്തെ കലക്കാൻ ഇറക്കുന്നൊരു ദൂതനുമുണ്ട്. ഈ ദൂതൻ്റെ പ്രത്യേകത, ഈ അനക്കമില്ലാത്ത വെള്ളത്തെ ഒന്ന് അനക്കാൻ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന്. ഇന്ന് പകൽ ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഐ ഫെൽ ദ പ്രസൻസ് ഓഫ് ഹല്ലേലൂയ. ഞാൻ ദൈവസാന്നിധ്യം ഭയങ്കരമായിട്ട് എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു സ്വർഗം ആരെയൊക്കെയോ തൊടുകയാണ്, ദൈവം ആരെയൊക്കെയോ തൊടുകയാണ്, ദൂതൻ ആരെയൊക്കെയോ തൊടുകയാണ്. ചില ഭവനങ്ങൾക്കകത്ത് ദൂതൻ ഇറങ്ങുകയാണ്. ഇന്ന് പകൽ ആ കുളത്തിനകത്ത് ഒരു ദൂതൻ ഇറങ്ങി ആ വെള്ളത്തിൻ്റെ അവസ്ഥയെ മാറ്റാൻ, അതിനെ ഇളക്കാൻ ഒരു ദൂതൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ അതേ ദൂതൻ ഇന്നും ചലിക്കുകയാണ്. ഈ സ്റ്റിയറപ്പ് ചെയ്യുന്ന, ഈ ഇളക്കി മറിക്കുന്ന, അവൻ അനക്കം തട്ടുന്ന ഈ ഇളക്കത്തെ കൊണ്ടുവരുന്ന, ചിലതൊക്കെ ഇളകി മാറുന്നതായി സ്വർഗം എന്നോട് പറയുന്നു. ഹോസിയ, നാളുകളായി കിടന്ന നിശ്ചലമായ ചില വിഷയത്തിൻ്റെ അകത്ത് ഇന്ന് പകലൊരു ഇളക്കം തട്ടുകയാണ്. വചനം ഇങ്ങനെ പറയുന്നു, ഈ വെള്ളത്തെ ഇളക്കാൻ ഒരു ദൂതൻ ഇറങ്ങി വരികയാണ്. ഈ ദൂതൻ്റെ പ്രത്യേകത, ഈ കുളം കലക്കും. ഹല്ലേലൂയ. ഈ കുളം കലക്കും. ആ കുളം കലക്കുന്ന സമയം അവിടെ എഴുതിയിട്ടില്ല. ഇന്ന സമയത്ത് കുളം കലങ്ങുമെന്ന് എഴുതിയിട്ടില്ല. പക്ഷെ വചനം ഇങ്ങനെ ഇരിക്കുന്നു, സർട്ടൻ ടൈം എന്ന് എഴുതിയിരിക്കുന്നത്, ഒരു നിശ്ചിത സമയത്ത്. അല്ലെങ്കിൽ വചനം ഇങ്ങനെ പറയുന്നു, അതാത് സമയത്ത്. വേറൊരു വേർഷനിൽ ഇങ്ങനെ പറയുന്നു, അപ്പോയിൻറ്റഡ് സീസണിൽ. ഹല്ലേലൂയ. വേറൊരു TPT ട്രാൻസ്ലേഷൻ വചനം ഇങ്ങനെ പറയുന്നു, പീരിയോഡിക്കലി. അതായത് വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, ഇടയ്ക്കിടെ. എപ്പോഴാണ് അനങ്ങുന്നെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ അനങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങുന്നവൻ്റെ ജീവിതം മാറുകയാണ്. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽ സ്വർഗം ആരെയൊക്കെയോ തൊടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇളക്കത്തെ കാത്തിരിക്കുന്നവരോട് പറയട്ടെ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ ചില മാറ്റമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നവരോട് പറയട്ടെ, അവൻ നിന്റെ ലൈഫിനെ മാറ്റാൻ യേശു കർത്താവ് വന്നിട്ടുണ്ട്. യേശു കർത്താവ് ഇറങ്ങി നിൽക്കുന്നുണ്ട്. യേശു കർത്താവ് ചില ഭവനങ്ങൾക്കകത്ത് ഇന്ന് പകൽ മാറാത്തതിനെ മാറ്റാൻ, മാറ്റമില്ലാത്തതിനെ മാറ്റിമറിക്കാൻ എൻ്റെ യേശു ഇന്ന് പകലോ ജീവിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ചെയ്താട്ടെ. അവൻ യേശു പ്രവർത്തിക്കുകയാണ്. ജീസസ് ഈസ് ഗോയിങ് ടു ബി ഡു. അവൻ കർത്താവ് ചിലത് ചെയ്യാൻ പോകുന്നു, കർത്താവ് ചിലത് പ്രവർത്തിക്കാൻ പോകുന്നു. കർത്താവ് ഇപ്പോൾ ഈ നിമിഷം തന്നെ ചില വീടുകൾക്കകത്ത്, ചില വ്യക്തികൾക്കകത്ത് അസാധാരണ ടൈം സോണുകളെ മാറ്റുകയാണ്. ഒരു 38 വർഷം ഈ ഇളക്കം കണ്ടിട്ട് മാറ്റമില്ലാത്ത ഒരു വ്യക്തി അവിടെ കിടന്നിരുന്നു. 38 years. അത് ഇച്ചിരി ദീർഘദൂരമാണ്, ദീർഘവർഷങ്ങളാണ്. ഹല്ലേലൂയ. എ ലോങ് സഫറിങ്. ഒരു കുറേ നാളുകളായിട്ട് അവൻ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് പകൽ വിശ്വസിക്കുക, നിന്റെ ടൈമിനെ മാറ്റാൻ യേശു ഉണ്ട്. നിന്റെ ടൈമിനെ മാറ്റാൻ യേശു വന്നിട്ടുണ്ട്. യേശു ജീവിക്കുന്നുണ്ട്. യേശു നിങ്ങളുടെ അകത്തുണ്ട്. യേശു നിങ്ങളുടെ ഭവനത്തിലുണ്ട്. യേശു വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് പകൽ അത്ഭുതങ്ങളെ ചെയ്യുന്നുണ്ട്. വിശ്വസിക്ക്. 38 വർഷം ഇളക്കം കണ്ടിട്ട് മാറ്റം കാണുന്നില്ല, അവസ്ഥയ്ക്ക് വിടുതലില്ല, അവസ്ഥയ്ക്ക് മാറ്റമില്ല. 38 വർഷം കിടന്നിട്ട് ഒരു വ്യത്യാസവും തൻ്റെ ജീവിതത്തിൽ കാണുന്നില്ല. പക്ഷെ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം,
ആമേൻ ലോർഡ്, ഇളക്കം കണ്ടിട്ടും മാറ്റമില്ലാത്തവരുടെ ജീവിതത്തിൽ മാറ്റിമറിക്കാൻ ആമേൻ ഹല്ലേലൂയ തേജോമയനായ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുന്ന, താമ്രവാതിലുകളെ തകർത്തു കളയുന്ന ലാബ്രീനി ഹോഷസിയ യേശു കർത്താവ് ഇന്ന് പകൽ ഇറങ്ങി നിന്ന് അവൻ ചിലരോട് പറയുക, ഗെറ്റ് അപ്പ്, ഇവിടുന്ന് എഴുന്നേൽക്കാ. നീ കണ്ടുകൊണ്ട് കിടക്കേണ്ടവനല്ല, നീ നടക്കേണ്ടവനാണെന്ന് പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവർ പറഞ്ഞേക്കാം, പാസ്റ്ററേ, ഞാൻ ഒത്തിരി മാറ്റങ്ങൾ, ഒത്തിരി വിടുതലുകൾ പലരുടെയും ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ജീവിതം എന്ന് മാറും, ഹല്ലേലൂയ, എൻ്റെ ലൈഫ് എന്ന് തിരിയും. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഇതാണ് ആ സമയം. ദിസ് ഇസ് എ ടൈം. നിങ്ങൾ വിശ്വസിച്ചാൽ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതം മാറുകയാണ്. ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ മുകളിലുള്ള അറ്റ്മോസ്ഫിയർ മാറുകയാണ്, നിങ്ങളുടെ മേലുള്ള ടൈം സോണുകൾ തിരിയുകയാണ്, നിങ്ങൾ ഹെവലി ടൈമിലേക്ക് എൻ്റർ ചെയ്യുകയാണ്, നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ അത് ഡിസ്പ്ലേ, അത് റിവീലാകാൻ പോകുകയാണ്. We are moving in a earthly time. നമ്മൾ മൂവ് ചെയ്യുന്നത് ഭൂമിയിലെ സമയത്തില്ല. പക്ഷേ അമേൻ ഘടികാരങ്ങൾ, അമേൻ സമയങ്ങൾ, ക്ലോക്കുകൾ നിലയ്ക്കുന്ന ഒരിടമുണ്ട്, അത് സ്വർഗമാണ്. അവിടെ സമയമില്ല. ആമേൻ ലോർഡ്, ഇന്ന് പകൽ വിശ്വസിച്ചാൽ നിന്റെ ടൈം സോണിനെ കർത്താവ് മാറ്റാൻ പോവാണ്. നിന്റെ വെയിറ്റിംഗ് പീരീഡിനെ നീ ഒരു വീക്ക്നെസ്സായി ദൈവം ചിലരെ മാറ്റാൻ പോവാണ് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. God is going to be touch you. ആമേൻ ലോർഡ്. വെയിറ്റ് ചെയ്തിരുന്നവർ പലരും വെള്ളത്തെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ, വെള്ളത്തിനെ വെയിറ്റ് ചെയ്ത് വെള്ളത്തിൻ്റെ ഇളക്കം കണ്ടിട്ട് മാറ്റമില്ലാത്തൊരുത്തൻ, ഒരു പ്രതീക്ഷയുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് കിടക്കുക. പക്ഷെ അവിടേക്ക് പ്രതീക്ഷകളെ, ഹോപ്പിനെ കൊണ്ടുവരുവാൻ യേശു കർത്താവ് വരികയാണ്. ഇന്ന് പകൽ യു നീഡ് ജീസസ്. നിങ്ങളുടെ ടൈം സോൺ മാറണോ? നിങ്ങളുടെ നിലവാരം മാറണോ? നിങ്ങളുടെ സ്റ്റാൻഡേർഡ് മാറണോ? നിങ്ങളുടെ ഹല്ലേലൂയ, നിങ്ങളുടെ ആമേൻ അവസ്ഥ മാറണോ? ഇന്ന് പകൽ യേശു ഉണ്ട്, യേശു വന്നിട്ടുണ്ട്, യേശു ഇവിടെയുണ്ട്. യേശു വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്, യേശു വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ടൈമിനെ മാറ്റുകയാണ്. ഇന്ന് പകൽ ഹല്ലേലൂയ, അവൻ സൂര്യനെ ഉണ്ടാക്കിയവൻ. ആമേൻ ലോർഡ്. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നു, യോശുവ സൂര്യനോട് പറഞ്ഞു നിൽക്കാൻ, അവിടെ ചന്ദ്രനോട് പറഞ്ഞു അവിടെ സ്റ്റേ ചെയ്യാൻ. ബിക്കോസ് ഹി സെർവ്ഡ്, അവൻ സേവിച്ച ദൈവം സൂര്യനെയും ചന്ദ്രനെയും നിർമ്മിച്ച കർത്താവാ. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം സമയത്തെ ബ്രേക്ക് ചെയ്ത് നിർത്താൻ, ഭൂമിയിലെ സമയത്തെ ബ്രേക്ക് ചെയ്ത് ഒരു പഴയ നിയമ ഭക്തനെ, ഒരു വില്ലാളി വീരനെ നമുക്ക് കാണാൻ സാധിക്കും. ദാറ്റ് ഇസ് ജോഷുവ. ഹല്ലേലൂയ. യോശുവയാണ്. യോശുവ അവിടെ നിർത്തിക്കളഞ്ഞ സമയത്തെ ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ആർക്കൊക്കെയോ വേണ്ടി സമയം വെയിറ്റ് ചെയ്യുകയാണ്. യുവർ ടൈം ഈസ് ഓവർ. നിന്റെ സമയം അവിടെ തീർന്നിട്ട് യു ആർ എൻറ്ററിങ് ഇൻ എ ഗ്ലോറി റെലോ. ഇന്ന് പകൽ അത്ഭുതത്തിൻ്റെ ഒരു തലത്തിലേക്ക്, അസാധാരണ ഒരു തലത്തിലേക്ക്, വിടുതലിൻ്റെ ഒരു തലത്തിലേക്ക് അവൻ ടൈം സോണുകൾ ആരേക്കോ മാറി മറിയുന്നു. ചില ഭവനങ്ങൾക്കകത്ത് ഇളക്കങ്ങൾ തട്ടുന്നു. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. യേശു അവനോട് പറഞ്ഞത്, നിനക്ക് നിന്റെ കിടക്ക എടുത്ത് നടക്ക. ഹല്ലേലൂയ. യേശുവിന് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ എഴുന്നേൽക്കുക. ഗെറ്റ് അപ്പ് നൗ. ഇപ്പോൾ. ഹല്ലേലൂയ. എൻ്റെ യേശുവിന് പറയാനുള്ള നാളെ എഴുന്നേക്കാനല്ല, മറ്റേന്നാൾ എഴുന്നേക്കാന്നല്ല, 10 ദിവസം കഴിഞ്ഞ്, നോ. ഇപ്പോൾ. ഇന്ന് പകൽ ആരോടൊക്കെ സ്വർഗം പറയുക, ഇപ്പോൾ നിന്റെ അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കുക, ഇപ്പോൾ നിന്റെ ബുദ്ധിമുട്ടിൽ നിന്ന് എഴുന്നേൽക്കുക, ഇപ്പോൾ നിന്റെ പ്രതിസന്ധിക്കകത്തുനിന്ന് എഴുന്നേൽക്കുക. യു ആർ ഗോയിങ് ടു ബി ഗെറ്റ് അപ്പ് റൈറ്റ് നൗ. ഇപ്പോൾ എഴുന്നേൽക്കാൻ സ്വർഗം ആരോടൊക്കെയോ പറയുന്നു. ഏതൊക്കെ അവസ്ഥയിൽ നീ തീരും, നീ മുൻപോട്ട് പോകത്തില്ലെന്ന് വിശ്വസിക്കുന്ന ചില സാഹചര്യങ്ങൾ നിനക്ക് ചുറ്റുമുണ്ടായാലും യേശു ഇപ്പോൾ പറയുക, നൗ യു ആർ ഗോയിങ് ടു ബി ഗെറ്റ് അപ്പ്. നീ ഇപ്പോൾ എഴുന്നേൽക്കുക. ആ വിഷയത്തിൻ്റെ അകത്തുനിന്ന് ഇപ്പോൾ. ഹല്ലേലൂയ. ആമേൻ ലോർഡ്. എൻ്റെ ദൈവം നൗവിൻ്റെ ദൈവം, എൻ്റെ ദൈവം ഇപ്പോഴത്തെ ദൈവമാണ്. വിശ്വസിക്കുന്നവർക്ക് ഇപ്പോൾ ചില ദൈവപ്രവൃത്തികൾ സംഭവിക്കുക. ടൈപ്പ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ടൈപ്പ് ചെയ്യേ. ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് ഏറ്റെടുക്കുന്നു. ഇന്ന് പകൽ ആരേക്കോ ജീവിതത്തിൻ്റെ അകത്ത് ഇപ്പോൾ ഇപ്പോൾ നൗ 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 ഇപ്പോൾ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, ഇപ്പോൾ ചില വിടുതലുകൾ സംഭവിക്കുന്നു, ഇപ്പോൾ ചിലത്. ഹല്ലേലൂയ. ഇവന് പറയാനുള്ളൊരു കാര്യം ഇതാ, ഞാൻ സൗഖ്യമാകാൻ
വെള്ളം കലങ്ങുമ്പോൾ ഞാൻ വെള്ളം കലങ്ങുന്ന കാണുന്നുണ്ട്, പക്ഷെ ഇറങ്ങാൻ ചെല്ലുമ്പോൾ എനിക്ക് മുമ്പേ ആരൊക്കെയോ ഇറങ്ങുവാണ്. എൻ്റെ അവസരങ്ങളെല്ലാം നഷ്ടപ്പെടുവാണ്. എന്നെ അങ്ങനെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽ നിന്നെ നന്നായി അറിയാവുന്നൊരു കർത്താവുണ്ട്. നിനക്ക് വേണ്ടി അടുത്ത ഡോറുകൾ തുറന്നു വരാൻ പോവാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിനക്ക് മുമ്പേ ആരൊക്കെയോ അപ്പോയിൻറ്റഡ് ആകുവാണെന്ന് നീ പറയുന്നുണ്ടെങ്കിൽ, അപ്രൂവൽ ആകുവാന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ച് പറയാ, ദിസ് ഇസ് യുവർ ടൈം, യു ഷുഡ് ഗെറ്റ് അപ്പ് റൈറ്റ് നൗ. ഇപ്പോൾ നിങ്ങൾ എഴുന്നേൽക്കാൻ സ്വർഗമാരോടൊക്കെ പറയുന്നു. ആത്മാവിൽ എഴുന്നേൽക്കുക, വചനത്താൽ എഴുന്നേൽക്കുക, പ്രാർത്ഥനയാൽ എഴുന്നേൽക്കുക. എഴുന്നേറ്റ് നീ പ്രകാശിക്കാൻ സ്വർഗമാരോടൊക്കെയോ ആഹ്വാനം ചെയ്യുകയാണ്. റൈസ് ആൻഡ് ഷൈൻ, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു എന്ന് പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ആരൊക്കെയോ ചില വിഷയങ്ങൾക്കകത്തുനിന്ന് വിശ്വസിക്കുന്നവർ എഴുന്നേൽക്കുന്നു, വിശ്വസിക്കുന്നവർ എഴുന്നേൽക്കുന്നു. യു ആർ ഗോയിങ് ടു ബി ഗെറ്റ് അപ്പ്. നിങ്ങൾ ഈ നിമിഷങ്ങളിൽ എഴുന്നേൽക്കുന്നതായി സ്വർഗം എന്നോട് പറയുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുക. വലിയ ദൈവപ്രവൃത്തി ഇപ്പോൾ ഈ നിമിഷം, ഈ ടൈമിൽ, ഈ അപ്പോയിന്റഡ് ടൈമിൽ, ഈ ഹെവൻലി ടൈമിൽ സംഭവിച്ചിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു. വെയിറ്റിംഗ് പീരീഡിലുള്ളവർ വിറ്റ്നസ് ആകുന്ന സമയമാണ്. അവൻ സാക്ഷ്യത്തെ പറയുന്ന സമയമാണ്. എല്ലാ കണ്ണുകളും അടയ്ക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു. ദിസ് ഈസ് അവർ ടൈം. ഇത് ഞങ്ങളുടെ സമയമാണ്. ഇത് ഞങ്ങൾ എഴുന്നേറ്റ് പണിയേണ്ട സമയമാണ്. ഇത് ഞങ്ങൾ എഴുന്നേറ്റ് നടക്കേണ്ട സമയമാണ്. ഇത് ഞങ്ങൾ വാഴേണ്ട സമയമാണ്. ഇത് ഞങ്ങൾ കൊയ്യേണ്ട സമയമാണ്. ഇത് ഞങ്ങൾ പണിയേണ്ട സമയമാണ്. ഇത് ഞങ്ങൾ ഫലം കഴിക്കേണ്ട സമയമാണ്. ഇത് ഞങ്ങൾ ഫലം അനുഭവിക്കേണ്ട സീസണാണ്. യേശുവിൻ്റെ നാമത്തിൽ അതിനെതിരെ നിൽക്കുന്ന എല്ലാ പോരുകളെയും ശത്രുവിൻ്റെ തന്ത്രങ്ങളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അഭിഷക്തൻ എന്ന നിലയിൽ ഞാനതിനെ ബ്രേക്ക് ചെയ്യുന്നു. ടൈം സോണുകൾ മാറട്ടെ, ടൈം സോണുകൾ മാറട്ടെ. വലിയ ഡെലിവറൻസ് വ്യക്തികളുടെ മേലും ഭവനങ്ങളുടെ മേലും ദേശങ്ങളുടെ മേലും രാജ്യങ്ങളുടെ മേലും സംഭവിച്ചിരിക്കാൻ നന്ദി പറയുന്നു. ഐ സി ഗേറ്റ്സ് ആർ ഓപ്പണിങ്. ഇപ്പോൾ ചില വാതിലുകളൊക്കെ തുറന്നു വരികയാണ് യേശുവിൻ നാമത്തിൽ. എന്നോട് സ്വർഗം ഇങ്ങനെ പറയുന്നു, ആമേ ലോർഡ്, ഹെവൻലി ഡോർസ് മാത്രമല്ല ഓപ്പൺ ആകാൻ പോകുന്നത്, ആമേ രാജ്യങ്ങളുടെ ഗേറ്റുകൾ ഓപ്പൺ ആകുന്നു യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. പാത്വേസ് ഓപ്പൺ ആകുന്നു, ഗേറ്റ് വേസ് ഓപ്പൺ ആകുന്നു. എ റാലാന ഷാഥീലിനി ഹോറബ ഷാന്തേരി എ ബ്രേനി ഷോലറോസിയ ദ ഗേറ്റ് ഫ്രീ ഓഫ് ഗ്ലോറി. ആമേൻ. മഹത്വത്തിലേക്കുള്ള ചില വാതിലുകൾ തുറന്നു വരുന്നു. പാത്വേ ഓഫ് പീസ്. ആമേൻ. ഹല്ലേലൂയ. സമാധാനത്തിലേക്കുള്ള ചില വഴികൾ തുറന്നു വരുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഹൈവേ ഓഫ് ഹോളിനെസ്. ആമേൻ. ഹല്ലേലൂയ. വിശുദ്ധിയിലേക്കുള്ള പേരുവഴികൾ തുറന്നു വരികയാണ്. ആരുടെയൊക്കെ മുൻപിൽ വലിയ ഓപ്പർച്യൂണിറ്റികൾ ഓപ്പണായി വരുന്നു. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ യേശു പറഞ്ഞതുപോലെ നിന്റെ കിടക്കയെടുത്ത് നടക്കുക. ഗെറ്റ് അപ്പ് ആൻഡ് വാക്ക്. എഴുന്നേറ്റ് നടക്കുക. ആ അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കുക. ആ പ്രശ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുക. നീ കാണുന്നതെല്ലാം മറ്റുള്ളവർ വിടുതലായിരിക്കും, പക്ഷേ ഇപ്പോൾ സ്വർഗം നിങ്ങളെ തൊടുകയാണ്. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുക, വിടുതൽ പ്രാപിക്കുക. ഞങ്ങൾ വലിയ സാക്ഷ്യങ്ങളെ കേൾക്കൂ. ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. സഭ ചേർന്ന് ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഒരുമിച്ച് യൂട്യൂബിലായിരിക്കാൻ സ്വർഗം നമ്മളെ ഇടയാക്കിയല്ലോ. വളരെ സന്തോഷം. നിങ്ങൾ എല്ലാ ദിവസവും ഈ മീറ്റിംഗ് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 6:30 ഈ പ്രഭാതമന്നെ എന്ന അനുഗ്രഹിക്കപ്പെട്ട ഓൺലൈൻ പ്രോഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിളിക്കുന്നവർക്കായി നന്ദി, പ്രാർത്ഥിക്കുന്നവർക്കായി നന്ദി. നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വീണ്ടും പ്രാർത്ഥന ആവശ്യങ്ങളുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പ്രേയർ നമ്പറിലേക്ക് വിളിക്കാം. ശുശ്രൂഷകർ നിങ്ങളുടെ ഫോണുകൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം ചർച്ചിൻ്റെ അഡ്രസ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വിളിക്കാം. അതോടൊപ്പം ഈ ചാനൽ പുതുതായാണ് നിങ്ങൾ കാണുന്നത്, ഈ പ്രോഗ്രാം പുതുതായാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക, ബെല്ലൈക്കൺ അമർത്തുക, മറക്കരുത്. ഹല്ലേലൂയ. എന്നും ഈ പ്രോഗ്രാം വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി വരുവാൻ അത് ഇടയാക്കും. ആമേൻ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ആൻഡ് വണ്ടർഫുൾ ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.